അതല്ല ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സംശയമില്ലല്ലോ. അത് വേറെ കാര്യം, അതിപ്പോ നോക്കാം എന്താണ്. മുസ്ലിം ലീഗിന്റെ തലമുതിർന്ന നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. പ്രതിപക്ഷ നേതാവല്ല ആര് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം പി. കഴിഞ്ഞ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്ന വേളയിലാണ് മുസ്ലിം ലീഗിന്റെ കൂടി നിലപാട് ഇ.ടി. മുഹമ്മദ് ബഷീർ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ചുന്നയിക്കുന്ന ഒരു നിലപാടാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന്. പക്ഷെ മുസ്ലിം ലീഗിന് ആ ഒരു നിലപാടില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളിത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കെ.എം. ഷാജി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് ആവർത്തിച്ചു പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രസൻ ടി വി അടക്കം പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ ഇ.ടി. മുഹമ്മദ് ബഷീറും അത് ആവർത്തിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ എല്ലാവരും കേട്ടിരിക്കേണ്ട വാക്കുകൾ ഒന്ന് മുഴുവനായി കേൾക്കാം. ഇപ്പോൾ കെ.എം. ഷാജിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന പ്രസ്താവനയല്ല, അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ്. ആ കാര്യം വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു സംഗതിയിൽ വലിച്ചഴിക്കുന്നത് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട തങ്ങൾ എടുത്തു കഴിയുകയും അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് വിവാദമാക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെളിച്ചത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തിന് കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല എന്നും. അതായത് മറ്റ് ജനവിഭാഗങ്ങൾ തമ്മിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉയർന്നു വരികയാണെങ്കിൽ അവിടെ ശാന്തി മന്ത്രവുമായി പോയ ഒരു പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ മാത്രമല്ല, എല്ലായിടത്തും അതുപോലുള്ള സമീപനങ്ങൾ ജനങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുസ്ലിം ലീഗ് ഏത് കാലത്തും എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിലയിൽ മറ്റൊരു വ്യാഖ്യാനത്തിന് അർത്ഥമില്ല. ഇതാണ് വ്യക്തമാക്കാനുള്ള കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണല്ലോ ഇപ്പോൾ പിന്നീട് വന്നത്, ഈ വഖഫ് ഭൂമിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നേരിട്ട കാര്യം പറയണ്ടേ? അതല്ല എൻ്റെ വാക്കുകൾ. ഞങ്ങൾ പാർട്ടി എടുത്തു പോകുന്ന നിലപാടിനെ കുറിച്ച് അത് ഓരോ ഘട്ടത്തിൽ ഞാൻ വിശദീകരിച്ചല്ലോ. ആ കാര്യങ്ങളെപ്പറ്റി ലീഗിന് പറയാനുള്ള കാര്യമാണ്. മറ്റേ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. അതല്ലാതെ ഞങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിൽ അതല്ല, അതിലേക്ക് ഞാൻ വരാം. ഞങ്ങളുടെ ഉത്തരവാദിത്വം കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അത് ഇഷ്യൂവിൻ്റെ പൊതു സ്വഭാവത്തിലും ഞങ്ങൾ പാർട്ടിയെപ്പറ്റി പറയുന്ന വിവാദങ്ങളിലും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് ധാർമ്മിക ബാധ്യതയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം മാത്രമല്ലെന്നേ, നമ്മൾ ആരാണോ ഞങ്ങളുടെ നിലപാടിതാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുകെട്ടുമില്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാന്നുള്ളത്. അങ്ങനെ അതൊക്കെ വേറെ കാര്യം. അത് ഞങ്ങളുടെ നിലപാട് പറയാന്നുള്ളതാണ്. ആ പ്രതികരണത്തെ എങ്ങനെയാണ് ഇ.ടി. സാഹിബ് കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് അങ്ങനല്ല. അത് എന്തിനാ, അതല്ല ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സംശയമില്ലല്ലോ. അത് വേറെ കാര്യം, അതിപ്പോൾ നോക്കാം എന്താണ്. UDF യോഗത്തിൽ ഉയർത്തേണ്ടതാണോ അല്ലേ എന്നുള്ളത് വേറെ ഫോർത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ എല്ലാ 3 പോയിന്റിലുള്ള കൃത്യമായ വിശദീകരണമാണ്. നിലവിലിപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടി ആയിട്ട് അത്തരം കാര്യങ്ങളിൽ
ഈ ഇത്തരത്തിലൊരു വർഗീയ വിഭജനത്തിന് സംഘപരിവാർ സംഘടനകൾ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കെ സ്വയം പാർട്ടിയായിട്ട് അത്തരത്തിലുള്ള ആളുകൾ അത് വെറുതെ പ്രസ്താവനകൾക്ക് പോകേണ്ടതില്ല എന്നാണ്. അങ്ങനെയല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് വ്യക്തമാണ്. നിങ്ങളെല്ലാം ഇതിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ നിലപാട് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ചത്. തങ്ങൾ ഒരിക്കലും ഇത് വഖഫ് ഭൂമിയല്ല, വഖഫ് പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ക്ലോസ്ഡ്. അതിൽ പിന്നെ പുതിയ ചർച്ചയുടെ ആവശ്യം ഉദിക്കുന്നില്ല. അങ്ങനെയല്ല, വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ പറഞ്ഞത് എല്ലാം തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയുള്ള കാര്യങ്ങളാണ്. അത് വ്യക്തമാണല്ലോ. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞിട്ടില്ല, ഇത് വഖഫ് അല്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയായ ചോദ്യമാണ്. കാരണം വെച്ചാൽ അവരുടെ മാനുഷിക പ്രശ്നങ്ങളുണ്ട്. ആ മാനുഷിക പ്രശ്നങ്ങൾ എന്നുള്ളതിൽ അവർക്ക് ഒരു ഹാർഡ്ഷിപ്പ് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി ഞങ്ങൾ മുൻകൈ എടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സംശയമില്ല കാര്യമായത്. ഈ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി VHP പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആ ഇഷ്യൂവിൻ്റെ അത്ര ഡീറ്റെയിലേക്ക് ഞാൻ പോയി. ഒരു കാര്യമുണ്ട്, നമ്മുടെ 250 സ്മാരകങ്ങള് ഇന്നത്തെ അത് യഥാർത്ഥത്തിൽ നോക്കട്ടെ. അവരിന്ന് പത്രത്തിൽ ഞങ്ങൾ വായിച്ചു. പത്രത്തിൽ ഇത് ഈ പ്രതീകങ്ങൾ, ഈ മോണുമെന്റ്സ് പ്രത്യേകിച്ച് ഈ വഖഫ് ബോർഡ് കൈവശപ്പെടുത്തി എന്നുള്ള രജിസ്റ്റർ ചെയ്തു എന്നുള്ള സ്വഭാവത്തെയാണ് അത് പറഞ്ഞിട്ടത്. നോക്കട്ടെ, മെറിറ്റ് നോക്കണം. അതായത് ഈ ആർക്കിയോളജിക്കൽ സർവേൻ്റെ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും വിവാദമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയോ കാലമായിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതുപോലുള്ള സംഗതികൾ അത് പുരാവസ്തുവിൻ്റേതാണ് എന്നുള്ള അവകാശവാദം നമ്മുടെ ഡൽഹി തന്നെ ധാരാളമുണ്ട്. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. അതിന് മെറിറ്റ് ഒന്നുകൂടി പഠിച്ചു. അതെ അവർക്കെല്ലാം അറിയാം. നമ്മൾ മറ്റു വിഷയത്തിൽ സംസാരിച്ച പോലെ തന്നെ ഇമാതിരി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി അവകാശവാദങ്ങൾ തുടങ്ങിയല്ലോ. ഇപ്പം തന്നെ ഏതാണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചത് 12ഓളം പള്ളികൾ സർവേക്ക് വേണ്ടി 25 പള്ളികളിൽ അവകാശവാദം ഉണ്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം ഇതിൻ്റെയൊക്കെ കാര്യം ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പത്രക്കാർ മുഖേന ഷെയർ ചെയ്ത സംഗതി ആയതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഈ ഗ്യാൻവാപ്പി കേസിൽ അന്നത്തെ ജഡ്ജ് നടത്തിയിട്ടുള്ള പരാമർശനം ഇവിടെ കൂടുതൽ സങ്കീർണതയ്ക്ക് വഴി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ മറ്റൊന്നും പള്ളി ഇതാക്കൊന്നും ഞങ്ങൾ പറഞ്ഞത്, കോടതി പറഞ്ഞത് ഞങ്ങൾ സർവേ നടത്താനേ പറഞ്ഞിട്ടുള്ളതാണ്. സർവേ പിന്നെന്തിനാണ്? സർവേ പിന്നെ ബൈൻഡ് ചെയ്ത് വെക്കാനുള്ളതാണോ? സർവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർവേ ഉണ്ടാക്കുക, അതിൽ കൃത്രിമത്വം കാണിക്കുക, തങ്ങളുടേതാക്കി മാറ്റുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഉണ്ടാക്കുക. എങ്ങനെയാണോ ബാബരി മസ്ജിദിനെ ഈ രാജ്യത്ത് വലിയ അപകടകരമായൊരു സ്ഥിതിയാക്കി വളർത്തിയെടുത്തത്, അതേ സ്വഭാവത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ JPC ഒന്നുകൂടി കാലാവധി നീട്ടിക്കൊടുത്തല്ലോ. ലീഗ് സംഘം ഇനിയും കാണുന്നുണ്ടോ JPC-യുമായിട്ട് ചർച്ചകൾ വഖഫുമായി ബന്ധപ്പെട്ട്? ഞങ്ങൾ വളരെ ബെസ്റ്റ് ഡോക്യുമെൻ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം ഞങ്ങൾ ഈ എല്ലാ വശങ്ങളും അത് കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചിട്ട്, മുസ്ലിം ലീഗ് നിയമസഭയിൽ മജീദ് വളരെ വ്യക്തമായിട്ട് മുനമ്പം വഖഫ് ഭൂമിയാണ്, വഖഫ് വിഷയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മുനമ്പം അത് വഖഫ് ഭൂമി എന്ന് അംഗീകരിച്ചിട്ട് പരിഹരിക്കുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ല, അത് പറഞ്ഞല്ലോ, വഖഫ് ഭൂമിയായിട്ട് അംഗീകരിക്കണമല്ലോ. എന്നിട്ട് മാനുഷിക പ്രശ്നം എന്നുള്ളതിൽ മറ്റു പ്രശ്നം നോക്കി ക്ലിയറാണ്.